ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ജഗ്ഗൂസിനെയും കൂട്ടി ഒരു ട്രിപ്പ് പോകുവാണ്. ഇതാ കാണുന്ന മലയാണ് വാഗമൺ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ വാഗമണ്ണും ഗ്ലാസ് ബ്രിഡ്ജും അവിടുത്തെ ടവറും ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത്രയും അടുത്തായിട്ടും ഇതുവരെ അവിടെ വരെ പോയിട്ടില്ല. അപ്പോൾ ഇന്നത് അടുത്ത് കാണാനും അതിൽ കയറാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. കോട്ടയം ജില്ലയിലെ ഇളങ്കാടാണ് ഞങ്ങളുടെ സ്ഥലം. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ കാണുന്ന പാലം 2021 ഉരുൾപൊട്ടലിൽ പോയിട്ട് ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. പണിയൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ ഓടി തുടങ്ങിയിട്ട്. അപ്പുറത്ത് കാണുന്ന ചെറിയ പാലം അന്ന് താൽക്കാലികമായിട്ട് നിർമ്മിച്ചതായിരുന്നു. അപ്പോൾ 2 വർഷം അതിൽ കൂടിയായിരുന്നു ഞങ്ങളുടെ യാത്ര. മുണ്ടക്കയം കുട്ടിക്കാനം റൂട്ടിലാണ് ഞങ്ങൾ വാഗമണ്ണിലേക്ക് പോയത്. ഇടുക്കി ജില്ലയിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും തണുത്ത കാറ്റും നല്ല മനോഹരമായ മലകളും പച്ചപ്പും ഒക്കെ കാണാൻ സാധിക്കും. ഇടുക്കിയെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് അവിടുത്തെ തേയിലത്തോട്ടങ്ങളാണ്. ആ തേയില നട്ടിരിക്കുന്നത് തന്നെ എത്ര മനോഹരമായിട്ടാണല്ലേ. അപ്പൂസും ജഗ്ഗൂസും പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന ടവറിൻ്റെ മുകളിൽ കയറി നിന്നാൽ ഈ പ്രദേശത്തിൻ്റെ ഭംഗിയെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ചുറ്റിനുമുള്ള കാടുകളും മലകളും ഒക്കെ ഇതിന് മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങൾ രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. ആ സമയത്തൊക്കെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടവറിൻ്റെ മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും ചെറിയൊരു പേടിയൊക്കെ തോന്നുമായിരുന്നു. ടവറാണെങ്കിൽ ആകെ തുരുമ്പൊക്കെ എടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കാണുന്നതാണ് നമ്മുടെ കണ്ണാടിപ്പാലം. അത് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 250 രൂപയാണ് ഫീസ്. 5 മിനിറ്റ് മാത്രമേ നമുക്ക് ഈ പാലത്തിൽ കയറി നിൽക്കാൻ പറ്റുള്ളൂ. നല്ല പേടിയൊക്കെ ഉണ്ട്, എന്നാലും ധൈര്യം സംഭരിച്ച് കയറാൻ പോവാണ്. കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ടാണ് കൂടുതലും പേടി. കുഞ്ഞിനെ എടുത്തുകൊണ്ട് കയറണമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ചെന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും കുട്ടികളെ നടത്തിക്കൊണ്ട് മാത്രമേ കയറിപ്പോകാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആദ്യം അവൻ്റെ പേടിയൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ താഴെ നിർത്തി. അവൻ്റെ കൈ പിടിച്ച് നടന്ന വഴി ഞാൻ താഴേക്ക് നോക്കിയപ്പോഴേ എനിക്ക് പേടിയായി. അതുകൊണ്ട് ഞാൻ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അവൻ വിട്ടില്ല. അവൻ ഫ്രണ്ടിലോട്ട് എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഓടാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല പേടിയായി. ഞങ്ങൾ അങ്ങേ അറ്റം വരെയൊന്നും പോയില്ല, പകുതി വരെ പോയിട്ട് തിരിച്ചു പോന്നു.
പിന്നെ അച്ഛമ്മ വന്നപ്പോൾ അവൻ അച്ഛമ്മയുടെ കയ്യിൽ പിടിച്ച് അതുവഴി നടന്നു. അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. ജഗ്ഗൂസ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിലത്ത് വീണ് കിടന്നിരുന്ന പൈൻ മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വാരി എറിയുന്നുണ്ടായിരുന്നു. അവിടെ അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അച്ഛമ്മയുടെ കയ്യെ പിടിച്ച് തിരിച്ചു പോരുവാണ്. അവിടെ ഞങ്ങൾ പോയത് പരുന്തുംപാറയിലേക്കാണ്. ചുറ്റിനും കാടും മലകളും ഉള്ള ഒരു പ്രദേശമാണ് പരുന്തുംപാറ.